പക്ഷെ ഓല സംഭവിച്ച സമയത്ത് ഭയങ്കര ശബ്ദം, കരച്ചില് ശബ്ദം കേട്ടെ. പിന്നെ ഒരു വീണ ശബ്ദം, ഓരോ കയ്യിൽ ചെമ്പും പാത്രമൊക്കെ ഉണ്ട്, ചായ കുടിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. ഇവരെ 16-ാം വളവിന്ന് നമ്മളിവരെ കണ്ടിട്ടുണ്ട്, 16-ാം വളവിന്ന്. അപ്പോൾ അന്നേരം ഇവര് നമ്മളെ മുമ്പിലൂടെ കവർ ചെയ്ത് പോയി. അപ്പോൾ നമ്മളവിടെ സെൽഫി എടുക്കല്, ഓല അവിടെ അന്നേരം സെൽഫി എടുക്കണ്ടേ. ഓരോ കയ്യിൽ ചെമ്പും പാത്രമൊക്കെ ഉണ്ട്, ചായ കുടിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മള് 14 എത്തിന് പോലും 13 ഉണ്ട്. 13 നമ്മൾ ഈ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ശബ്ദം, ഒരു കരച്ചില് ശബ്ദം കേട്ടെ. പിന്നെ ഒരു വീണ ശബ്ദം. പോയി നോക്കുമ്പത്തിന് ഇത്ര ഉള്ളു മനുഷ്യൻ്റെ കാര്യങ്ങൾ. ഈ പറയുന്ന ഞാനോ ഇത് കേൾക്കുന്ന നിങ്ങളോ ഈ കമൻ്റ് ഇട്ടവരോ ആർക്കെങ്കിലും അറിയുമോ നമ്മളൊക്കെ എങ്ങനെ മരിക്കും, എന്ന് മരിക്കും, എവിടെ നിന്ന് മരിക്കും, ചീഞ്ഞ് നാറി മരിക്കുമോ എന്തെങ്കിലും അറിയോ? ഒന്നും അറിയില്ല. വാൽപ്പാറയിൽ അത്രക്കും വേദനകരമായ ദുഃഖകരമായ ഒരു വാർത്ത നമ്മളെല്ലാവരെയും പിടിച്ചു കുലുക്കിയപ്പോൾ, ഹൃദയം നീറിയപ്പോൾ, ജീവിതത്തിലും മരണത്തിലും ഒപ്പം സഞ്ചരിച്ച ഒരുപാട് അധ്യാപകർ ആ ഒരു മരണ വാർത്തൻ്റെ അടിയിൽ പോയിട്ട് ഇത്രയും നീരസമായി നീചമായി കമൻ്റ് ഇടണമെങ്കിൽ അവൻ്റെ മൈൻഡ് ഒന്ന് ചിന്തിച്ചു പോയി കാണി. എടാ, നീയൊക്കെ സമാധാനത്തിൽ കക്കൂസിൽ പോയി തൂറിയിട്ടുണ്ടോ? ഉണ്ടാവൂല, ഒരിക്കലും ഉണ്ടാവൂല. സ്വന്തം വീട്ടിലെ സ്വന്തം ടോയ്ലറ്റിൽ പോയിട്ട് പോലും ഫ്രീഡത്തോടു കൂടെ സമാധാനത്തോടു കൂടെ ആശ്വാസമായി വിസർജിക്കാൻ പോലും സ്പേസ് കിട്ടാത്ത ഇവന് രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള ജോലി എന്താ വെച്ചാൽ ഇത്തരം സംഭവങ്ങളുടെയും ഇത്തരം പ്രശ്നങ്ങളും തേടി കണ്ടുപിടിച്ച് ഫേക്ക് ഐഡികൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനിടയിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുക. ഇതാണ് ഇവരുടെ തൊഴിൽ, ഇതാണ് ഇവരുടെ ജോലി. ഒന്നും വേണ്ട, മരണ ഡേറ്റും മരണ തീയതിയും മരണം സ്ഥലം പോലും അറിയാത്ത നാമൊക്കെ, ഏത് മതമാവട്ടെ, ഏത് ജാതി ആവട്ടെ, ഏത് വർഗ്ഗമാവട്ടെ, എന്തും ആവട്ടെ, എല്ലാവരും മരിച്ചു പോകുന്നുണ്ടെന്നുള്ള സത്യമല്ലേ? എല്ലാവരും മരണപ്പെട്ടു പോകണ്ടല്ലോ. എടാ, നീയൊക്കെ മരണപ്പെടുന്ന സമയത്ത് ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ നാവിൽ നിന്ന് ഒരു നന്മയെങ്കിലും, ഒറ്റൊന്ന്, കുറേയൊന്നും വേണ്ട, ഒറ്റൊന്നെങ്കിലും പറയാനുള്ള ഒരു സ്പേസ് എങ്കിലും നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഉണ്ടാക്കിക്കൂടെ? വാൽപ്പാറയിൽ നടന്ന അപകടത്തിൽ മരണപ്പെട്ടത് മുസ്ലിം ടീച്ചേഴ്സ് മാത്രമല്ല, അതിൽ ഹൈന്ദവരുമുണ്ട്. എന്നാൽ ഈ ഒരു തട്ടമിട്ട അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൻ്റെ ആശയത്തിൽ നടക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? അവിടെ എല്ലാം പോയിട്ട് വളരെ മലിനസമായി കമൻ്റ് ചെയ്യുന്നവരോട് നീയും മരിക്കും, സമയവും തീയതിയും ഡേറ്റും ഒന്നും അറിയാതെ ചിലപ്പോൾ ചീന് നാറിയിട്ട് വരെ മരിക്കും. ദയവ് ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് ഉപകാരവും നന്മയൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഒരാളെയും ഉപദ്രവിക്കാതിരിക്കുക. അധ്യാപക വേഷത്തിൽ അല്ലെങ്കിൽ അധ്യാപക ജീവിതത്തിൽ ഒപ്പം സഞ്ചരിച്ചവർ മരണവേളയിലും ഒപ്പം യാത്രയായിരിക്കുകയാണ്. റബ്ബ് അവരുടെ പാരത്രിക ജീവിതം റാഹത്തിലായി കൊടുക്കട്ടെ. ആദരാജ്ഞലികൾ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.